അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഇവിടെ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ചർച്ചകൾ നാളെ മുതലുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഓരോ പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അതിൻ്റെ അധികൃതരുമായിട്ട് തന്നെ സംസാരിച്ച് നമുക്കറിയാം. വരും. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി എന്ന് നമ്മളോട് പറയാൻ വേണ്ടി, നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് DR അനിൽ സാറാണ്, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ അല്ലേ? നമ്മുടെ ഭക്ഷണ കമ്മിറ്റിയുണ്ട്. ഇത് ഭക്ഷണ കമ്മിറ്റിയുടെ ഒരു റിസപ്ഷൻ കമ്മിറ്റിയുണ്ട്. ഭക്ഷണ കമ്മിറ്റി തന്നെ 19ഓളം ചെറിയ ചെറിയ കമ്മിറ്റികളാക്കിയിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള റിസപ്ഷൻ കമ്മിറ്റിയാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന മുഴുവൻ ആളുകളെയും സ്വീകരിക്കുക, അവർ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക. VVIPകളും VIP-കളും സെലിബ്രിറ്റീസും ഒക്കെ നിരവധി ആളുകൾ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ ഒന്ന് സുഗമമായി അവരെ ഭക്ഷണം കഴിപ്പിച്ചു വിടുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാന ഉത്തരവാദിത്തം. അതുകൂടാതെ തന്നെ ഞങ്ങളിവിടെ ഒരു കലാമേളയും കൂടി ഒരുക്കുന്നുണ്ട്. അവർക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്കും പേരൻസിനും വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റേജ് ഇപ്പോൾ തയ്യാറാക്കും. അതിൽ നിരവധി കലാകാരന്മാർ, കേരളത്തിൻ്റെ പ്രഗത്ഭരായ കലാകാരന്മാരും നേരത്തെ തന്നെ കലാപ്രതിഭകളായിട്ടുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങിയ ആളുകളും ഇപ്പോൾ തന്നെ വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ടല്ലോ. കുട്ടികൾക്കും ഇവിടെ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ വേദി, ഒരു 10,000-2000 പേര് ഇരിക്കുന്ന വേദി ഇവിടെ സജ്ജമാക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പരിപാടികൾ ഉണ്ടാകും ഇവിടെ. ആ പരിപാടികൾ രാത്രി 11 മണി വരെയും തുടരത്തക്ക നിലയിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് പരിപാടികൾ, കലാകാരന്മാർ, കവികൾ, സാഹിത്യകാരന്മാർ, അതുപോലെ മുതിർന്ന കഥാപ്രസംഗത്തിൻ്റെ ആളുകൾ. ഒരുപക്ഷെ നമുക്കിപ്പോൾ 5-ാം തീയതി ആദ്യത്തെ കലോത്സവത്തിൽ പങ്കെടുത്ത രാമേന്ദ്ര സാർ അടക്കം വരാനായിട്ട് തയ്യാറായിട്ടുണ്ട്. പന്തളം പാലം വരുന്നുണ്ട്. ഒരുക്കങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ പഴയടം എത്തിക്കഴിഞ്ഞു, കണ്ടല്ലോ. അദ്ദേഹം ഭക്ഷണ പാചകപ്പുരയിൽ അതിൻ്റെ പ്രവർത്തനത്തിലാണ്. കലവറ നിറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് കലവറയിൽ ആവശ്യമുള്ള സാധനങ്ങൾ, ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ വാങ്ങുന്നതിൽ മാത്രമാണ് നടക്കുന്നത്. മറ്റ് ഭക്ഷണം ഇവിടെ കണ്ടാൽ അറിയാം. ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കുട്ടികൾ. അവിടെ ഇപ്പം തന്നെ ഒരു 15ഓളം ഏരിയ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ കുട്ടിയും ഭക്ഷണം കഴിക്കുന്നത് വരെ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും എല്ലാ സമയവും. അപ്പോൾ എല്ലാവരും തിരക്കിട്ട ജോലിയിലാണ്, എല്ലാവരും കടുത്ത ചർച്ചകളിലാണ്. വളരെ നാളെ മുതലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള, അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്ന പലതരം ചർച്ചകളിലും യോഗങ്ങളിലും ഒക്കെയാണ് നമുക്കതെല്ലാം ഇവിടെ കാണാൻ കഴിയും. നമ്മളെന്തായാലും ഇവിടെ നാളെ മുതൽ ചുമതലയേൽക്കുന്ന കുറച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടികളുണ്ട്. നമുക്ക് അവരുടെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കാം. അവരുടെ ജോലികളൊക്കെ എങ്ങനെയാണ്, അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടി എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. വരും. നമസ്കാരം. ഞങ്ങൾ ഈ 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ഫുഡ് വിളമ്പുന്നതിനുള്ള വളണ്ടിയേഴ്സായിട്ടാണ് നമ്മൾക്ക് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളോടൊപ്പം 3 ജില്ലാ സെക്രട്ടറിമാരാണ് ഉള്ളത്. ഒന്ന് ജോളി സാറ്, ഒന്ന് സ്റ്റാൻലി സാറ്. ഒപ്പം നിയന്ത്രിക്കാനായിട്ട് ജില്ലാ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും തന്നെയാണ്. ഹരികുമാർ സാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ ഉണ്ടാകും. ഓരോ ദിവസവും 100 കുട്ടികളെ വീതമാണ് നമ്മൾ ഈ ക്രമീകരണത്തിന് വിളമ്പുന്നതിനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൽ ഗൈഡ്സുണ്ട്, റോവേഴ്സുണ്ട്, സ്കൗട്ടുണ്ട്, ഗൈഡ്സുണ്ട്. ഈ വിഭാഗത്തിലുള്ള 4 വിഭാഗത്തിൽ നിന്നും കുട്ടികൾ ഉണ്ടാകും. നമുക്ക് രാവിലെ 9 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെയാണ് ചുമതല ഈ 100 കുട്ടികൾക്കും. അതിൽ ഗൈഡ്സ് കുട്ടികൾ മാത്രം വൈകുന്നേരം 3:30 മണിക്ക് ശേഷം അവരുടെ വീട്ടിൽ പറഞ്ഞു വിടും. നൈറ്റും ഫുൾ ടൈം ഈ കുട്ടികൾ ഈ സേവനത്തിനുണ്ടാവും. എന്തൊക്കെയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം? ഇവർക്ക് നിർദ്ദേശം എന്ന് വെച്ചാൽ ഇവർക്ക് ഓരോ ഈ കൗണ്ടറുകളിൽ 16 കൗണ്ടറുകളുണ്ട്. കൗണ്ടറുകളിൽ ഓരോ 200 കൗണ്ടറുകളിലേക്കും 200 ഇലകളിലേക്കും വിഭവങ്ങൾ വിളമ്പി ഭംഗിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ആറ്റുകാൽ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ സാറാണ്. ഹലോ. നമസ്കാരം. എവിടം വരെയായി ഒരുക്കങ്ങൾ? നല്ല രൂപത്തിൽ വളരെ ആവേശത്തോടു കൂടിയാണ് സംഘാടക സമിതി കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭക്ഷണപുരയിലാണ്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ആ ഭക്ഷണ കമ്മിറ്റി തന്നെ വോളണ്ടിയർ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന സുജു ആണ്. ഞാൻ ചെയർമാനായി പ്രവർത്തിക്കുന്നു. ആ 15 കൗണ്ടറുകളാണ് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. 15 കൗണ്ടറുകളിൽ 3 ടേക്ക് അവേ കൗണ്ടറുകളാണ്. പാഴ്സലായി കുട്ടികൾക്ക് പാഴ്സലായി വന്ന് വാങ്ങിക്കൊണ്ടു പോകാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ളതാണ് വോളണ്ടിയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് ഓരോ ചുമതലക്കാരെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കൗണ്ടറുകളായി തിരിച്ച് അതിന് ചുമതലക്കാരെ ഞങ്ങളിപ്പോൾ ചുമതലപ്പെടുത്തി നല്ല രൂപത്തിൽ രാവിലെ ഇന്ന് വൈകിട്ടത്തെ ഭക്ഷണം ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നാളെ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ഷിഫ്റ്റ് ബേസിസിൽ നമ്മളിവിടെ വോളണ്ടിയേഴ്സിനെ നമ്മളിവിടെ സോർട്ട് ചെയ്ത് ആ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാൻ നമ്മൾ സജ്ജമായി കഴിയും. കാര്യങ്ങളെല്ലാം ഉഷാറാണ്. എല്ലാം ഉഷാറായി. വളരെ നല്ല രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ മീറ്റിംഗ് ഇവിടെ കൂടി പിരിഞ്ഞതേ ഉള്ളൂ. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഏറ്റവും വലിയ കലാമാമാങ്കത്തെ വരവേൽക്കാൻ അനന്തപുരി തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്.